ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കത്തോലിക്ക ദേവാലയങ്ങളൊക്കെ വീണ്ടും വലിയ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നന്മയുടെ പ്രതീകമായ മാവേലിയൊക്കെ വന്ന് മാവേലിയിലേക്ക് നമ്മൾ വരവേറ്റ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടം. അതിനിടയിൽ ചില യുവാക്കൾ, കത്തോലിക്ക യുവാക്കൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആശിഷെന്നോ മറ്റോ ആണ്, ഓണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ഒരു വീഡിയോ കാണാനിടയായി. അതുപോലെ തന്നെ ഓണത്തെക്കുറിച്ച് വളരെ വിശകലനം ചെയ്ത നല്ല രീതിയിൽ ചരിത്രങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വീഡിയോയും ഞാൻ കാണാനിടയായി. കഴിയുമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ഒക്കെ ഇടാം. പക്ഷെ എനിക്ക് കൗതുകം ജനിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് കത്തോലിക്ക പുരോഹിതർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ. നമുക്കതൊന്ന് കേട്ടു നോക്കാം. രണ്ട് പുരോഹിതർ തമ്മിലുള്ള, ഒന്ന് ഖത്തറിലുള്ള ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുവിശേഷ മേഖലയുമായി ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ നവീകരണം ചെയ്ത ഒരു ഫെബിൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനും, അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഒരു ധ്യാനഗുരുവായ ഫാദർ തോമസ് അച്ഛനും, ഇവർ തമ്മിലുള്ള ഒരു ചർച്ച നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ട. ആദ്യമായിട്ട് നമുക്ക് ഫെബിനച്ഛൻ എന്താണ് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്? അച്ഛൻ പറയാം. അച്ഛൻ എന്താണ് ഓണം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മുൻപിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് അച്ഛനൊന്ന് ബ്രീഫായിട്ട് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഓണം ആശംസകൾ. ഗൾഫിൽ ഓണമൊക്കെ ഒത്തിരി നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണെന്നറിയാം. എനിക്ക് തോന്നുന്നു എല്ലാ ഗ്രൂപ്പുകളിലും സജീവമായിട്ട് ഒന്നാം പ്രമാണ ലംഘനം എന്നും പറഞ്ഞ് ഒത്തിരി ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണം എന്നുള്ളത് ഒരു സോഷ്യൽ ഈവൻ്റ് എന്ന കണക്ക് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. അതെ അച്ഛാ, ഒരുപാട് പേര്, അതായത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കൂടുതലായിട്ട് വരുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അച്ഛാ. അതായത് ക്രിസ്തീയ സമൂഹത്തിൽ ഇല്ലാത്തൊരു കീഴ്വഴക്കം, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നു. കത്തോലിക്കരായിട്ടുള്ളവർ, അതായത് അച്ഛന്മാരെന്ത് പറയുന്നോ അതിനപ്പുറത്തോട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അവർ തുനിയുന്നത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അച്ഛൻ എന്നാലും അതിനെക്കുറിച്ച് ബാക്കിയൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഈ മഹാബലി എന്ന വാക്ക് ക്രിസ്തുവിനേക്കാൾ ഏറ്റവും ചേർന്ന ആർക്കാണ്? മറ്റാർക്കും ചേരുന്നില്ല. ഏറ്റവും മഹത്തായ ബലി ക്രിസ്തുവിനല്ലേ. ഈ മഹാബലി എന്നത് ഏറ്റവും ചേർന്ന് ക്രിസ്തുവിനാണെന്നാണ് തോമസ് അച്ഛൻ, നമ്മുടെ ഫെബിനച്ഛൻ പറയുന്നത്. അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഈസ്റ്റർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഫെബിനച്ഛൻ യേശുവായിട്ട് ടാബ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അച്ഛൻ ഇത്തിരി കുടവയറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നോർമലി നമ്മളിപ്പോൾ കാണുന്ന യേശു, കുരിശേ കിടക്കുന്ന യേശു, ആളിത്തിരി കഷ്ടത്തിലല്ലേ, ഒരു മുൾക്കിരീടൊക്കെ വെച്ച് വയറൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുറച്ച് കുടവയറൊക്കെയുള്ള ഒരു സ്വർണ്ണ കിരീടമൊക്കെയുള്ള, പറ്റുവാണെങ്കിൽ ഒരു പൂണൂലൊക്കെ ഇട്ട് കയ്യിലൊരു ഓലക്കുടയൊക്കെ കൊടുത്ത് നമുക്ക് കുരിശ് തറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് ഫെബിനച്ഛൻ്റെ ഒരു അഭിപ്രായം. അച്ഛൻ എന്താണ് ഓണത്തെക്കുറിച്ച്, തോമസ് അച്ഛനൊന്ന് പറയാമോ? ഫെബിനച്ഛന് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്, അച്ഛനൊന്ന് പറയുകയാണെങ്കിൽ അത് ഉപകാരമായിരുന്നു. ഓണാഘോഷം വഴി പൈശാചികമായ സ്വാധീനങ്ങളും ബന്ധനങ്ങളും ഇടപെടലിനുള്ള അവസരങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭാസമൂഹത്തിലും എല്ലാം കൊടുക്കാൻ ഇട വന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ നാളുകൾ നമ്മൾ തിരിച്ചറിയണം. അച്ഛനൊരു പിന്തിരിപ്പൻ രൂപം, അതായത് ഓണാഘോഷം പൈശാചികമായിട്ടൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഫെബിനച്ഛൻ എന്താ പറയാനുള്ളത്? നമുക്കൊന്ന് ഫെബിനച്ഛനോടൊന്ന് ചോദിക്കാം. അച്ഛൻ, തോമസ് അച്ഛൻ പറഞ്ഞാൽ ഒരു പൈശാചിക രീതിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛനൊന്ന് അതിനെക്കുറിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ. കരിസ്മാറ്റിക് മേഖല നമുക്ക് സമൂഹത്തിന് നൽകിയ ഒത്തിരി നന്മകളൊക്കെ ഉണ്ട്, ഒത്തിരി ഉണർവുണ്ട്. ആ മൂവ്മെൻറ്റ് നൽകിയിട്ടുള്ള ഒത്തിരി ഊർജ്ജമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മറക്കുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലുള്ള ഒരു തെറ്റായ ഒരു പ്രവണത ഉണ്ടായിരുന്നു വെച്ചാൽ, സഭയുടെ ദൈവശാസ്ത്ര പഠനത്തെ കൃത്യമായിട്ട് അതിൻ്റെ വഴിയെ പോകാതെ സ്വയം ഒരു ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ളൊരു ശ്രമം ചിലപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തോമസ് അച്ഛ, ഫെബിനച്ഛൻ പറയുന്നത് ഈ കരിസ്മാറ്റിക്കിൽ ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ അച്ഛൻ ശ്ലാഘിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനെ പോലുള്ള കുറച്ച് പിന്തിരിപ്പന്മാരായിട്ടുള്ള കരിസ്മാറ്റിക് അച്ഛന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിയല്ല എന്നൊരു ധ്വനിയാണ് എനിക്ക് തോന്നുന്നു ഫെബിനച്ഛൻ പറഞ്ഞു വെച്ചത്. എനിക്ക് അങ്ങനെ മനസ്സിലായത്. അതായത് കരിസ്മാറ്റിക്കുകാരായ അച്ഛനെ പോലെയുള്ള പ്രായമുള്ള കാലങ്ങളെക്കുറിച്ച്, യുവാക്കളുടെ ഹൃദയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് അറിവ് കുറവുള്ള നിങ്ങളൊക്കെയാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ ഫെബിനച്ഛൻ പറഞ്ഞത്. അതായത് ദൈവശാസ്ത്രപരമായ അറിവുകൾ കരിസ്മാറ്റിക്കാർക്ക് പലരും കുറവാണ് എന്ന രീതിയിൽ.
അച്ഛന് ദൈവശാസ്ത്രപരമായിട്ട്, അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അച്ഛന് പറയാനുണ്ടെങ്കിൽ അതൊന്ന് വെളിവാക്കുകയാണെങ്കിൽ നമുക്കത് പ്രേക്ഷകർക്ക് കൂടുതൽ ഉപകാരപ്പെടും. അച്ഛൻ അതും കൂടി ഒന്ന് പറയാമോ? നമ്മൾ ഓണാഘോഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥം 2132 ഖണ്ഡികയിൽ തിരുസ്വരൂപങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെ സഭ പഠിപ്പിക്കുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ CCC തന്നെയല്ലേ? അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലേ? മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഈ ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണല്ലോ അച്ഛൻ പറയുന്നത് അല്ലേ? ഇത് സഭയുടെ ഔദ്യോഗികമായ ഒരു ടീച്ചിങ് ആയിട്ട് നമുക്ക് കാണാമല്ലോ അല്ലേ? ഇനി ഫെബിനച്ചൻ ഇത് അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത് നമുക്ക് ഫെബിനച്ചനോട് കഴിയുമ്പോൾ ചോദിക്കാം. അച്ഛൻ പറഞ്ഞു വരുന്നത് 2132 വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ. ഓക്കെ അച്ഛാ, ബാക്കി പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടപെട്ടുന്നുള്ളേ. വായിക്കുന്നുണ്ട്, ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിന്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു. ഇത് തിരുസ്വരൂപങ്ങളുടെ വണക്കത്തിന്റെ വശം പറഞ്ഞുകൊണ്ട് സഭ പഠിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ആ തിരുസ്വരൂപം നമ്മൾ എടുത്തു വെക്കുന്നു, അതിനെ വണങ്ങുമ്പോൾ ആ സ്വരൂപത്തിനല്ല വണക്കം, മറിച്ച് ഈ സ്വരൂപം എന്തിനെ അല്ലെ ആരെ സൂചിപ്പിക്കുന്നുവോ ആ വ്യക്തിക്കുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം എടുത്തു വെച്ച് നമ്മൾ വണങ്ങുമ്പോൾ ആ സ്വരൂപത്തിനല്ല, ആ രൂപത്തിനല്ല, പ്രതിമയ്ക്കല്ല, ആ ചിത്രത്തിനല്ല വണക്കം, മറിച്ച് ചിത്രം ആരെ സൂചിപ്പിക്കുന്നതിന് ആദ്യ രൂപത്തിനാണ്. അപ്പൊ നമ്മള് മാവേലിയുടെ ചിത്രമോ അല്ലെങ്കിൽ കൊടവയറിനായ ഒരു മാവേലിനെ നമ്മൾ ചിത്രീകരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ വണക്കം അത് മാവേലിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹാസികമായ കാര്യങ്ങളിലേക്ക് ചെല്ലുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അത് വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു CCCയിലൊരു ഖണ്ഡികയാണല്ലോ 2132. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം. യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വരൂപത്തെയോ വണങ്ങരുതെന്നാണ്. അപ്പൊ സ്വരൂപത്തെ വണങ്ങാമെന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, സ്വരൂപത്തെ വണങ്ങുമ്പോൾ ആ സ്വരൂപം ആരെ ഉദ്ദേശിക്കുന്നുവോ അതിലേക്ക് ഈ വണക്കം ചെല്ലുന്നു. അതായത് മാതാവിൻ്റെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ വിഗ്രഹത്തെ അല്ല നമ്മൾ വണങ്ങുന്നത്, പകരം ആരെയാണ് വണങ്ങുന്നത്? മാതാവിനെയാണ് വണങ്ങുന്നത്. അപ്പൊ ആ വണക്കം ചെല്ലുന്നത് മാതാവിനാണ് എന്നാണ് CCC പഠിപ്പിക്കുന്നത് അല്ലേ? അതല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? നമ്മൾ ഈ നാളുകളിൽ മഹാബലിയെ വരവേൽക്കാനായിട്ടുള്ള ആഘോഷമാണ് ഓണത്തിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണസദ്യ ഒരുക്കുന്നത്, അതിന്റെ സന്തോഷമാണ് മഹാബലി കടന്നു വരുന്നതിന്റെ. ഓണത്തിന് പായസം ഉണ്ടാക്കി കുടിക്കുന്നതും പങ്കുവെക്കുന്നതും മഹാബലിയുടെ സാന്നിധ്യം നമ്മൾ സ്വീകരിക്കുന്നു, അത് ആഘോഷിക്കുന്നതിന് അടയാളമാണ്. ഓണപ്പുടവ കൊടുക്കുന്നത്, ഓണക്കളികളിൽ ഏർപ്പെടുന്നത്, മഹാബലിയുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചും കട്ടൗട്ടുകൾ ഉയർത്തിയും ഒക്കെ നീങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു വെറും സാംസ്കാരികം മാത്രമായ ഒരു കാര്യമാണ് നമ്മൾ കരുതരുത്. അല്ലച്ചപ്പം ആ വണക്കം അവിടേക്ക് ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമാകുമോ? ഇത് സഭയുടെ ഔദ്യോഗികമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഫെബിനച്ചൻ എന്താണ് ഇപ്പം നമ്മുടെ തോമസ് അച്ഛൻ പറഞ്ഞത്? ഇങ്ങനെയാണ്, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വെച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും ഒരു സ്നേഹമാണ് കാലത്ത്. ഈ സ്നേഹമില്ലാത്തടത്ത് നമുക്ക് പലപ്പോഴും ഫ്രസ്ട്രേഷൻ്റെ പേരിൽ ഉണ്ടാകിയേക്കാവുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് മാറ്റിയേക്കാം. ഒരു സാഹോദര്യം, നമ്മൾ മാനുഷികമായ സാഹോദര്യത്തിൽ വളരാം. യഥാർത്ഥ രീതിയിൽ ക്രിസ്തുവിനെ, അതാണ് ഈശോ പറഞ്ഞ പോലെ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് തീരാം. തെറ്റിദ്ധാരണകളല്ല വേണ്ടത്. അതായത് തോമസ് അച്ഛൻ്റെ ഒരു തെറ്റിദ്ധാരണയായിട്ടാണ് ഫെബിനച്ചനൂടെ പറയുന്നത്. കാരണം നമുക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹത്തെക്കാൾ ഉപരി മറ്റൊന്നുമില്ല, സാഹോദര്യമാണ് വേണ്ടത്. അല്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്നാണ് ഫെബിനച്ചൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സ്നേഹമില്ലാത്തത് കൊണ്ടാണോ തോമസ് അച്ഛ നമ്മൾ ഓണം ആഘോഷിക്കരുത്, അത് ശരിയല്ല എന്ന് പറയുന്നത്? അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ പ്രബോധനം നമ്മൾ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ എടുക്കാൻ പറ്റുക എന്നുകൂടെ തോമസ് അച്ഛനൊന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഓണത്തിന്റെ കേന്ദ്ര കഥാപാത്രം വിളവെടുപ്പല്ല, കച്ചവടമല്ല, മറിച്ച് മഹാബലി എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ്, ഒരു അരൂപിയാണ്, ഒരു പുരാണ കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ ഓണത്തിന്റെ ചങ്കായിട്ട് നിൽക്കുന്ന പുരാണ കഥാപാത്രം വാമനനാണ്, മഹാബലി അല്ല. തിന്മ പെരുകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി വിഷ്ണു അവതരിക്കുന്നതാണ്. 5ാം അവതാരം വാമന അവതാരമാണ്. അവിടെ ലോകത്തിൽ പെരുകിയ തിന്മയെന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്ന അസുര രാജാവാണ്. അസുരൻ എന്ന് വെച്ചാല് പൈശാചിക. സുരൻ നമുക്കറിയാം പ്രകാശത്തിന്റെ അരൂപിയാണ്, അസുരൻ അന്ധകാരത്തിന്റെ അരൂപിയാണ്.
മാലാഖമാരെന്ന് പിശാചുക്കളെന്ന് പറയുന്ന പോലെ കാഴ്ചപ്പാടില് ദേവന്മാരും അസുരന്മാരും. അപ്പൊ അങ്ങനെ അസുരന്മാരിൽ അല്ലെ പൈശാചിക മേഖലയിലുള്ള ഒരു വ്യക്തി രാജാവായിട്ട് ഭരിക്കുന്നു. ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അത് ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു. അപ്പൊ മഹാബലി എന്നുള്ള ഒരു ചിത്രം, ഒരു സങ്കല്പം, അതിനെ ആദരിക്കുകയും ആദരവോടെ സ്വീകരിക്കാനായിട്ട് ആഘോഷങ്ങൾ നടത്തുകയും സദ്യ ഒരുക്കുകയും പായസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വെറും ഒരു മഹാബലി എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ വ്യക്തിയിലേക്കാണ് ആ സ്വീകരണമെല്ലാം ചെല്ലുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് പുരാണ സങ്കല്പം അനുസരിച്ച് കാഴ്ച പൈശാചിക അരൂപിയാണ്. അപ്പൊ ഓണാഘോഷത്തിന്റെ ചൈതന്യം മുഴുവനും ഒരു പൈശാചിക അരൂപിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു വിശ്വാസ പുരാണം അനുസരിച്ച് വരികയാണ്. അത് ഇപ്പോൾ ഒരു അസുരനായാലും ഒരു പൈശാചിക ശക്തി ആയാലും നമുക്കതിനെ സ്നേഹിച്ചുകൂടെ? കാരണം എല്ലാത്തിനും സ്നേഹിക്കാനാണല്ലോ യേശു പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ പ്രബോധനം വെച്ച് നമുക്ക് എങ്ങനെയാച്ചാൽ അത് ഒന്ന് നോ പറയുക. കാരണം ഇപ്പം പിശാചാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ, അസുരനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരെയും സ്നേഹിക്കാനല്ലേ യേശു പറഞ്ഞത്. അപ്പം അസുരനാണെങ്കിലും നമ്മൾ സ്നേഹിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ മതബോധനത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ കാര്യമുണ്ടോ? അതുണ്ടെങ്കിൽ ജസ്റ്റ് അച്ഛൻ അതൊന്ന് തോമസ് അച്ഛൻ ഒന്ന് പറയാമോ? സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2113 ഖണ്ഡികയില് 1-ാം പ്രമാണത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് സഭ ഇപ്രകാരം പറയുന്നു: ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത്. ദൈവമല്ലാത്ത എന്തിനെല്ലാമാണ് അങ്ങനെ ദൈവമാക്കുന്നത് അല്ലെങ്കിൽ ദൈവസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? ദേവന്മാരോ സാത്താന്മാരോ, ആദ്യത്തെ 2 ഗണങ്ങൾ അതാണ്. അങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ അവയെ മാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാം മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുകയാണ്. അതായത് അസുരനെ മാനിക്കാൻ പോലും പാടില്ല എന്നാണ് CCC 2113 പറഞ്ഞിരിക്കുന്നത്. അതല്ലേ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ, അത് ദേവനോ സാത്താന്മാരോ, അല്ലേ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശക്തിയോ സുഖമോ വംശമോ പൂർവികരോ ഇതിനെ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുകയാണ്. അപ്പം മതബോധന ഗ്രന്ഥം പറയുന്നത് ഈ മാവേലിയെ ബഹുമാനിച്ചാൽ, അല്ലെങ്കിൽ മാവേലിനെ ഒന്ന് വരവേറ്റാൽ, പള്ളിയുടെ അകത്ത് കയറ്റാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ആ മാവേലി വരുന്നതിനെ ഏത് തരത്തിലുള്ളൊരു ബഹുമാനം കൊടുത്താലും അത് 1-ാം കൽപ്പന ലംഘനമാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ അച്ഛൻ ഉദ്ദേശിച്ചേ? അത് തന്നെയാണല്ലോ അല്ലേ? ഇപ്പൊ ദേവന്മാരാകട്ടെ പിശാചുക്കളാകട്ടെ അസുരന്മാരാകട്ടെ അവയെ നമ്മൾ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോഴെല്ലാം 1-ാം പ്രമാണ ലംഘനമായിട്ട് വിഗ്രഹാരാധന നടത്തുകയാണെന്ന് ഇവിടെ പറയുകയാണ്. എന്തായാലും ഇന്ന് ഈ ചർച്ചകളിൽ നടക്കുന്നത് വിഗ്രഹാരാധന തന്നെയാണ് എന്ന് അച്ഛൻ തുറന്ന് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പറയുന്ന അച്ഛന് നമുക്ക് എന്ത് മറുപടിയാണ് ഫെബിൻ അച്ഛൻ കൊടുക്കാൻ പറ്റുക? കാരണം അച്ഛനത് കൃത്യമായ തെളിവുകൾ വെച്ചിട്ടാണ് 2113 മതബോധന ഗ്രന്ഥം തന്നെ വെച്ചിട്ടാണ് അച്ഛൻ പറയുന്നത്. നമുക്കൊരിക്കലും അച്ഛൻ്റെ ഈ പ്രബോധനത്തെ സ്വീകരിച്ചാൽ നമുക്ക് ഓണാഘോഷിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് മതബോധന ഗ്രന്ഥത്തെ തള്ളിക്കളയണം, അതിനെ എങ്ങനെയെങ്കിലും മാറ്റിവെക്കണം, ബൈബിളിനെ നമുക്ക് തള്ളിക്കളയണം, എന്നിട്ട് നമുക്ക് ഓണാഘോഷിക്കണം, നമുക്ക് അടുത്ത വർഷവും നമുക്ക് മാവേലിനെ പൂജിക്കണം. ഇതല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ ഒന്ന് ഫെബിനച്ചൻ എന്ന് പറയുകയാണെങ്കിൽ, കാരണം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അച്ഛൻ അതൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, അത് ഇങ്ങനെ പറയുന്നവരോട് മറുചോദ്യം വല്ലതും ചോദിച്ച് അവരുടെ വായ അടപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അച്ഛൻ അതാണെങ്കിലും മതി. അച്ഛനൊന്ന് അതൊന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു അച്ഛൻ. ഈ ഓണത്തെ പറ്റിയിട്ട് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എതിർക്കുന്നവർ ആദ്യം തന്നെ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ ചെന്നിട്ട് സ്വന്തം ഭാര്യയുടെയോ അമ്മയുടെയോ കഴുത്തിൽ നിന്ന് താലി പൊട്ടിച്ച് കളയണ്ടേ? ആ താലി എന്നുള്ളത് ആ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ എത്ര വൃത്തിയായിട്ടൊരു സാധനമാണ്. അതൊരു നല്ലൊരു മറുചോദ്യമാണ് അച്ഛാ. അത് ശരിയാ, അത് നല്ലൊരു മറുചോദ്യമാണ്. അതായത് താലി പൊട്ടിച്ച് കളയുക ഈ അച്ഛനും പ്രശ്നമാണ്. കാരണം അച്ഛനും വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഈ താലി വെച്ചിട്ടാണല്ലോ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതൊരു സാംസ്കാരിക അനുരൂപണമാവുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതും ഒരു അന്യ ആരാധനയുടെ ഭാഗമാകില്ലേ എന്നൊരു ചോദ്യമാണ് ഫെബിനച്ചൻ ചോദിക്കുന്നത്, അല്ലേ ഫെബിനച്ച? വേറെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടോ? നമ്മുടെ സഹോദരന്മാർ എത്ര പേര് കല്യാണം കഴിഞ്ഞ ശേഷം സിന്ദൂരമായിട്ട് ഇരിപ്പുണ്ട് വസ്ത്രങ്ങളിൽ ഒക്കെ. അങ്ങനെ ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ്റെ ഉടുപ്പൂരി കളയേണ്ടി വരും. അച്ഛന് ഉപയോഗിച്ചിരിക്കുന്ന കുർബാന കുപ്പായം അതിന് മറ്റൊരു സംസ്കാരമല്ലേ. അങ്ങനെ സംസ്കാരങ്ങളിൽ നമ്മൾ സ്വായത്തമാക്കിയത് തന്നെയാണ് എല്ലാം.
അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇൻകൾച്ചറേഷൻ്റെ ഭാഗമായിട്ട് സ്വന്തമാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദേവൻ്റെ പേരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ. അതായത് അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദേവന്റെ പേരൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ ഫെബിൻ അച്ഛൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ അച്ഛൻ അതിന് ഇത്തിരി കടുത്ത് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. അതായത് നിങ്ങളാരും ചെയ്യരുതേ, അടുത്ത ഞായറാഴ്ച ചെല്ലുമ്പോൾ അച്ഛൻ്റെ ലോഹയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, എനിക്ക് തോന്നുന്നു രണ്ടാം വത്തിക്കാൻ സുനോദോസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അച്ഛൻ അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സഭാവിജ്ഞാനി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് സേവ്യർ കൂടപ്പുഴച്ചൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദേശത്തിൻ്റെതായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഒരു അനുവാദം കൊടുത്തിരുന്നു. അതായത് പൗരോഹിത്യത്തിൽ തന്നെ ഈ ലോഹയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം അവരവരുടെ കാലാവസ്ഥയ്ക്കും ആ രീതിയിലും, യൂറോപ്പിലൊക്കെ തണുപ്പാണല്ലോ, അപ്പോൾ ആ തണുപ്പുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളാണ്. നമുക്കൊരിക്കലും നമ്മുടെ ഇവിടുത്തെ ട്രാവലിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഈ ലോഹ ഇത്തിരി തടസ്സം തന്നെയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ജുബ്ബയും പാൻറ്റും ഒക്കെ ആക്കാമെന്നൊരു ചർച്ചയുണ്ടായിരുന്നു. രണ്ടാം വത്തിക്കാൻ സുനോദോസിനെ കുറിച്ച് സഭാവിജ്ഞാനി എന്ന് പറയുന്ന പുസ്തകത്തിൽ അച്ഛനത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സേവ്യർ കൂടപ്പുഴച്ചൻ. എനിക്ക് തോന്നുന്നു ആ സംഭവം അച്ഛൻ വായിച്ചിട്ടുണ്ടാവില്ല. എനിവേ, ഈ താലി ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊരു കുരിശായി ചോദിക്കണ്ടായിരുന്നു. അതുമാത്രമല്ല സിന്ദൂരം, അതും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടിരുന്നൊരു കാര്യമായിരുന്നു. ഇതിപ്പം ഈ ഓണത്തിൻ്റെ ഒരു ചർച്ച ഞാനായിട്ട് എടുത്തിട്ട് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പം അതൊരു പ്രശ്നമാകുമോ? ഇനി അച്ഛൻ കൂടുതലായിട്ടൊന്നും പറയരുതേ, നമുക്ക് ആകെ പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കെ. അതുപോലെ തോമസ് അച്ഛ, ഫെബിൻ അച്ഛൻ ഇത്തിരി കടന്ന കൈയാണ് പറഞ്ഞതെങ്കിലും അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുക? കാരണം ഈ രീതിയിൽ ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഫെബിൻ അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഫെബിൻ അച്ഛൻ പറയുകയാണെങ്കിൽ എന്താണ് തോമസ് അച്ഛൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? എന്താണ് നമുക്ക് പറയാം? ആത്മജീവിതത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഗൗരവമായിട്ട് കാണുന്നവരെ ഉദ്ദേശിച്ച് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, അത് ഗൗരവത്തിലെടുക്കാതെ ഇതൊരു സൗകര്യപ്രദമായ ജീവിതത്തിന്റെ രീതിയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരുമായിട്ട് ചേർന്ന് പോയാൽ മതിയെന്ന് വിചാരിക്കുന്ന ഒരു ശൈലിയുടെ ഭാഗമായിട്ടും ഒക്കെ ആത്മീയ മേഖലകളെയും വിശ്വാസ കാര്യങ്ങളെയും കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ആത്മീയ ജീവിതം ഒരു ഗൗരവമല്ല എന്ന രീതിയിലാണ് അച്ഛൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഫെബിനച്ചൻ എന്താണ് അതിനകത്ത് പറയാൻ? ഫെബിനച്ചൻ്റെ ആത്മീയ ജീവിതമാണോ അതെയോ ചില ജനങ്ങളുടെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, ആളുകളുടെ ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ളൊരു സിനാരിയോ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ തോമസ് അച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് ആത്മീയ ജീവിതത്തെ കാണുന്നവർക്ക് അതൊരു സീരിയസ് ആയിട്ട് തന്നെ തോന്നാം, അല്ലെങ്കിൽ തമാശയൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് ഓണം ആഘോഷിക്കാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നാണോ തോമസ് അച്ഛൻ ഉദ്ദേശിച്ചത്? എന്ത് തന്നെയാവട്ടെ, ഫെബിനച്ചൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് പറയുന്നവരെങ്ങനെയാണ് ഡിസംബർ 25-ന് സൂര്യദേവൻ്റെ ദിവസം ആചരിക്കുന്നത്? അല്ലേ? ആ സൂര്യദേവൻ്റെ ദിവസം നമ്മൾ ക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദിവസമാക്കി മാറ്റിയതാണ്. പക്ഷെ അത്രയും കടന്നു പോകല്ലേ. കാരണം നമ്മൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമ്മളിപ്പോൾ ഇതൊരു പൊതു സമൂഹത്തിലെ ചർച്ചയാണല്ലോ. ക്രിസ്മസ് നമ്മളിപ്പോൾ ഡിസംബർ 25 ഒരു ആഘോഷിക്കാനൊരു ദിവസം വേണമല്ലോ നമുക്ക് എന്തായാലും. കാരണം ആഘോഷങ്ങളാണ് നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. പൊതുവെ ജനം പറയുന്നൊരു വാക്കുണ്ടല്ലോ, ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും നാട്ടിലെ കോഴിക്കും പശുവിനൊന്നും സമാധാനമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ആഘോഷമാണല്ലോ വലുത്. അപ്പോൾ ആ ആഘോഷത്തിന് വേണ്ടി ഒക്കെ ഇത് ചെയ്യുന്നതല്ലേ. എന്തായാലും അച്ഛൻ അവസാനമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ഒരു ഫൈനൽ റെസ്പോൺസ് ഒന്ന് പറയുകയാണെങ്കിൽ, കാരണം ഇനി ക്രിസ്മസ് ഒന്നും കൊണ്ടുവരരുതേ, കാരണം അതൊന്നും ഇപ്പം മറുപടി പറയാൻ തൽക്കാലം നമുക്ക് സമയമില്ല. മക്കി എന്തെങ്കിലും കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അതാത് നാടിൻ്റെതായിട്ടുള്ള നന്മകളുണ്ട്. അതായത് ഓരോ നാടിൻ്റെ നന്മകൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നന്മകൾ, തിന്മകൾ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നന്മകളെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് കത്തോലിക്ക സഭ. അതായത് സ്വന്തമായിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ബൈബിളിൽ നന്മയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ ഈ മറ്റ് സ്ഥലങ്ങളിലെ സാംസ്കാരികമായുള്ള നന്മകളെ തേടി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫെബിനച്ചനെ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം ഉദാഹരണത്തിന് മദ്യപാൻ നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എത്രയോ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കിയിരുന്നത് സന്യാസികളാണ്. അപ്പോൾ അതെന്ത് പറയും? അപ്പം അങ്ങനെ അല്ല, അത് എന്താ പറയാൻ പറ്റുക? കാരണം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കിയത് സന്യാസിമാരാണെങ്കിൽ ഇന്നത്തെ സന്യാസ സമൂഹത്തിന് അത് കഴിക്കാൻ അവകാശമില്ലേ എന്നൊരു ചോദ്യമാണ് അച്ഛൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനായിട്ട് ഇനി അത് കൂടുതൽ
നമ്മളിനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അച്ഛൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞ് ജനത്തിന് അതൊരു ഇടർച്ച ഉണ്ടാകണ്ട. അച്ഛൻ എന്തായാലും നന്മകളുടെ ഭാഗമായി മദ്യത്തെ ഉദാഹരണമാക്കിയെടുത്തതിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ഒരു കാലത്ത് ഞാൻ ഈ മദ്യം എന്ന തിന്മയിൽ അകപ്പെട്ടൊരു ജീവിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. അതിൽ നിന്ന് കർത്താവ് കൃപയാൽ എന്നെ രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്മകൾ എന്ന് പറഞ്ഞിട്ട് അത് സന്യാസിമാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഉദാഹരണം പറഞ്ഞത്. എന്നിട്ട് ഒരു ഡിസ്ക്ലൈമറും കൂടി അച്ഛൻ വെച്ചാറിന് കുഴപ്പമില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഡിസ്ക്ലൈമർ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അച്ഛൻ ഇനി മദ്യം ഒന്നും പറയരുത്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കാവുന്നൊരു സാധനം വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഒരു റീസൺ, അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നൊരു റീസൺ ഒന്നാം പ്രമാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒന്നാം പ്രമാണം, ഈ ഒന്നാം പ്രമാണം തന്നെ അതിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നതിൻ്റെ റീസൺ, വിഗ്രഹങ്ങളുടെ മുന്നിൽ അവരർപ്പിച്ചിരുന്ന ഏറ്റവും പ്രധാനമായിട്ട് ബലി വ്യഭിചാരമാണ്, കൂട്ടുവ്യഭിചാരം. അപ്പം അത് പാടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ റീസൺ അതാണ് ഇത് പറയണം. അപ്പം ഇപ്പോൾ നമ്മൾ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അതായത് ഇപ്പം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വ്യഭിചാരം ചെയ്താലേ അത് പാപമാകുന്നുള്ളൂ എന്നായിരിക്കും അല്ലേ ഫെബിനച്ച? ഇപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഈ ചെയ്യുന്ന ഒന്നും വ്യഭിചാരമായിട്ടോ വിഗ്രഹാരാധനയായിട്ടോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇപ്പോൾ ഓണം മാവേലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വ്യഭിചാരമൊന്നും നടക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു നോർമൽ പ്രോസസ്സിങ്, ഒരു സ്നേഹത്തിൻ്റെ ഭാവമല്ലേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു ഡൗട്ടാണ്, ഒരു സംശയമാണ്, തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പം സ്നേഹിക്കണമെന്ന് പറയുമ്പം അവരുടെ ആരാധന രീതികളും ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം സ്വന്തമാക്കി നമ്മുടേതാക്കി എടുത്തിട്ട് നമ്മുടെ ദേവാലയങ്ങളിലും അത് ആഘോഷിക്കണം അല്ലേ? അതല്ലേ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു രീതി. ഇപ്പം അവർ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആ ഓണത്തെ സ്വന്തമാക്കി എടുക്കണം. അവർ മാവേലിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ മാവേലിനെ മോഷ്ടിച്ച് നമ്മുടെ സ്വന്തമാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാത്തിനെയും സ്വന്തമായി കാണാൻ പറ്റണം. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ചർച്ചിലും ഈ ആഘോഷം നടത്തണം. അപ്പോഴല്ലേ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത വരത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അയൽക്കാരൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റി സ്വന്തമാക്കിയാലല്ലേ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിവാക്കപ്പെടത്തുള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ് ഫെബിനച്ച. അതായത് അച്ഛൻ നല്ല തിയോളജിയും ക്രിസ്റ്റോളജിയൊക്കെ പഠിക്കുകയും എല്ലാ കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അച്ഛനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഖത്തറിലെ ഒരുപാട് വിശ്വാസികളുടെ ഇടയിലേക്കാണല്ലോ അച്ഛൻ ഈ ഓടിയിട്ടത്. എന്നിട്ട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ ആരാധന രീതി സ്വന്തമാക്കുകയും കട്ടെടുക്കുകയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുകയും ചെയ്യണം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞു വരുന്നത്. ഓണം വരുന്നാൽ അത് നമ്മൾ സ്വന്തമാക്കണം, വിഷു ആണെങ്കിൽ അത് നമ്മൾ സ്വന്തമാക്കണം. ആരുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ടോ, എവിടെയൊക്കെ നല്ല കാര്യങ്ങൾ കാണുന്നോ അതെല്ലാം നമ്മൾ കട്ടെടുക്കണം, സ്വന്തമാക്കണം. അതാണല്ലോ അച്ഛൻ ഉദ്ദേശിക്കുന്ന സ്നേഹം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നല്ലൊരു ഭാര്യ ഏതെങ്കിലും ഒരു അയൽക്കാരനുണ്ടെങ്കിൽ അവളെ കൂടി സ്വന്തമാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണോ അച്ഛൻ ഉദ്ദേശിക്കുന്ന സ്നേഹം, യഥാർത്ഥ സ്നേഹം? ഇതാണോ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം? അതെയോ ആ അയൽക്കാരനെ സ്നേഹിക്കുകയും അവൻ്റെ ആചാരങ്ങളും ആരാധന രീതികളും അത് അവൻ്റേതായി കണ്ട് അവനെ ദ്രോഹിക്കാതെ അവനിൽ നിന്ന് കട്ടെടുക്കാതെ അവനെ വിഷമിപ്പിക്കാതെ നിൽക്കുന്നതാണോ സ്നേഹം? ഇതാണോ യേശു പഠിപ്പിച്ചത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവന് അവൻ്റെ ഭാര്യ സ്വന്തമാണെന്ന് തിരിച്ചറിയുകയും അതിനെ യാതൊരു വിധത്തിലും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണോ അച്ഛ ഉദ്ദേശിക്കുന്നത്? എൻ്റെ എളിയവൻ്റെ സംശയം മാത്രമാണ് അച്ഛ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറയാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഏറ്റവും മഹത്തായ ബലിയായ മഹാബലിയായ ക്രിസ്തുവിൻ്റെ നന്മകളുണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു നന്മ നേർന്നിട്ട് ഏറ്റവും മഹത്തായ ബലി മഹാബലിയാണെന്ന്, അതായത് യേശുവിൻ്റെ ബലിയാണ്. അപ്പോൾ യേശുവാണ് മഹാബലി എന്നാണ് അച്ഛൻ അത് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ആ മഹാബലിയുടെ സന്തോഷത്തിൽ അച്ഛൻ പോയിക്കോ. അച്ഛൻ മഹാബലിനെ കട്ടെടുത്ത് അല്ലെങ്കിൽ അയൽവക്കക്കാരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിക്കൊണ്ടൊക്കെ അച്ഛന് പോകാനാണ് ഇഷ്ടമെങ്കിൽ അച്ഛൻ അങ്ങനെ പോട്ടെ. പക്ഷേ നമ്മുടെ തോമസ് അച്ഛൻ പറയുന്ന പോലെ ഈ വിശുദ്ധ വേദപുസ്തകവും അതുപോലെ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനെ ബഹുമാനിക്കുക പോലും ചെയ്യുന്നത് ഒന്നാം കൽപ്പന ലംഘനമാണെന്ന് അച്ഛൻ സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥം വെച്ചിട്ട് നമ്മുടെ തോമസ് അച്ഛൻ പഠിപ്പിച്ചു.
എന്തായാലും തോമസ് അച്ഛനും അതുപോലെ തന്നെ നമ്മളോട് പ്രതികരിച്ച നമ്മുടെ ഫെബിൻ അച്ഛനും വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്നും ഓണത്തെക്കുറിച്ചുള്ള 1-2 ചർച്ചാ വിഷയം കൂടിയുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടന്നു വരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.